കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇത്തവണയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ആഴക്കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മറ്റ് ദിശയിലേക്ക് മാറുന്നതാണ് ലഭ്യത കുറയാൻ പ്രധാന കാരണം. ഞങ്ങൾ വിചാരിച്ചേക്കാട്ടിയും കുറേ കടലിൽ പോയി പണിയെടുക്കുന്നത്. പക്ഷെ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് വിചാരിച്ച മീൻ കിട്ടുന്നില്ല. ചൂട് കൂടുമ്പം മത്സ്യം കുറയും. ഇന്ധനവിലയിലെ വർധനവും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഒരു തവണ മത്സ്യബന്ധന ബോട്ടിന് 3000 ലിറ്റർ ഡീസൽ വേണമെന്നിരിക്കെ വരവിനേക്കാൾ കൂടിയ ചെലവാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസലിന് സബ്സിഡി അനുവദിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന് കാലങ്ങളായി ഈ സബ്സിഡിയും നിഷേധിക്കപ്പെടുകയാണ്. കൂട്ടുകാർക്കൊന്നും ഡീസലിന്റെ പൈസ ഒരേ കിട്ടാത്തൊരു അവസ്ഥയിലാണ് വരുന്നത്. വലിയ കൂട്ടുകാർക്കൊന്നും വളരെ 1.5 ലക്ഷം 1 ലക്ഷം ഉറുപ്പൊക്കെ ചെലവാക്കിയിട്ട് അവർ ബോട്ട് പോകുന്നു. ആ പൈസ വരെ അവർക്ക് കിട്ടുന്നില്ല. കാലാവസ്ഥ വ്യതിയാനത്തിനൊപ്പം വിദേശ ബോട്ടുകളുടെ അനിയന്ത്രിതമായ മത്സ്യബന്ധനവും തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നു. ഇത്തവണത്തെ കാലാവസ്ഥ വ്യതിയാനം ഇവരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും സർക്കാർ പ്രഖ്യാപിക്കുന്ന പല ആനുകൂല്യങ്ങളും അർഹമായ രീതിയിൽ ഇവർക്ക് ലഭ്യമാകുന്നില്ല. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.